ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലൊന്നാണ് ഈ DNA കണ്ടന്റും ക്രോമസോം നമ്പറും ഏതൊക്കെ സ്റ്റേജിൽ എത്രയൊക്കെ ഉണ്ടാവും എന്നുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മളിത് ക്ലാസ്സിൽ ചെയ്തപ്പോഴും കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു സെല്ല്, ഈ ഒരു സെല്ല് ഇപ്പം ഡിവിഷൻ കഴിഞ്ഞ് വന്ന സെല്ലാണ്. ഈ സെല്ല് നേരെ കയറാൻ പോകുന്നത് ഏതിലേക്കാണ്? അതിന് ഇന്റർഫേസിലേക്കാണ്. അപ്പൊ ആദ്യം എന്തുണ്ടാകും? അതിന്റെ സൈറ്റോപ്ലാസം വളരും അല്ലെ. സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് നടക്കുന്നു, സെൽ ഓർഗനൽസ് ഒക്കെ ഡബിൾ ചെയ്യുന്നു. ന്യൂക്ലിയസ് അതേ സൈസിൽ തന്നെയാണ് നിൽക്കുക. ജനറ്റിക് മെറ്റീരിയലിൽ അവിടെ മാറ്റമൊന്നും വരുന്നില്ല. സോ ന്യൂക്ലിയസ് ഇസ് ഇൻ ദ സെയിം ഫേസ്, ദാറ്റ് ഈസ് ദ ഗ്യാപ്പ് 1 ഫേസ് അല്ലെങ്കിൽ G1 ഫേസ് ഓഫ് ദി ഇന്റർഫേസ്. പിന്നെ നേരെ പോകുന്നത് അവര് ഏതിലേക്കാണ്? എസ് ഫേസിലേക്കാണ്. എസ് ഫേസിൽ അവിടെ ന്യൂക്ലിയസ് ഡബിൾ ആകുന്നുണ്ട്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറയാണ്, നമുക്കറിയാം നമ്മൾ ഇന്റർഫേസിൽ ഒരിക്കലും നമുക്ക് ക്രോമാറ്റിഡ്സിനെ ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. DNA ഇങ്ങനെ ത്രെഡ് ലൈക്ക് DNA ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ അതായത് ക്രൊമാറ്റിൻ ആയിട്ടാണ് ഉണ്ടാവുക. അവർ കണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിഡ്സ് ആയി മാറുന്നത് ആ സെല്ല് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, പ്രോഫേസിൽ കയറുമ്പോഴാണ് ഇത് സംഭവിക്കുക. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ ത്രെഡ് പോലെ ഇരിക്കുന്ന DNA ദാ ഇങ്ങനെയുള്ള ഒരു ക്രൊമാറ്റിഡ് ആയി എന്നൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇവർ G1 ഫേസിൽ ഉണ്ടാക്കുക. എസ് ഫേസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓരോ ക്രൊമാറ്റിഡും അതിന്റെ ഓരോ കോപ്പീനെയും കൂടെ ഉണ്ടാക്കുകയാണ്. ദാറ്റ് മീൻസ് ലൈക്ക് DNA ഈസ് ഡബ്ലിംഗ്, ലൈക്ക് ഇറ്റ് ഇസ് മേക്കിംഗ് ഇറ്റ്സ് കോപ്പി. അപ്പോൾ DNA കണ്ടന്റ് കൂടുന്നത് കൊണ്ട് ന്യൂക്ലിയസിന്റെ സൈസ് കൂടും അല്ലെ. ബാക്കി വേറെ ഗ്രോത്ത് ഒന്നും, സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് അവിടെ നടക്കുന്നില്ല. ഇനി അവർ നേരെ G2ലേക്ക് പോവാണ്. G2ല് അവർ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നുണ്ട് അല്ലെ. പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യുന്നു, ബാക്കി സെല്ലിന്റെ ഗ്രോത്തും എല്ലാ കാര്യങ്ങളൊക്കെ സെല്ല് ചെക്ക് ചെയ്യുന്നു. കാരണം സെല്ല് ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഡിവിഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ ന്യൂക്ലിയസ് അതേപോലെ റിമെയിൻ ചെയ്യുന്നു ആൻഡ് ദ അതർ തിങ്സ് ആർ ഗ്രോയിങ് അല്ലെ. അപ്പോൾ സെല്ല് ഭയങ്കര വലുതായി. അപ്പോൾ ഇതാണ് നമ്മുടെ G2 ഫേസ്. ഇത്രയും ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇന്റർഫേസിൽ കയറുന്ന ഒരു സെല്ല്, ഡിവൈഡ് ചെയ്ത് വന്ന സെല്ലാണല്ലോ ഇത് അല്ലെ. ഇതൊരു പാരന്റ് സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് വന്ന ഒരു ഡോട്ടർ സെൽ അല്ലേ. അപ്പോൾ ഇതിൽ DNA കണ്ടന്റ് 2C ആണെങ്കിൽ G1ലും 2C ആയിരിക്കും. എസ് ഫേസിൽ അത് ഡബിൾ ആകുന്നുണ്ട്, 4C ആയിരിക്കും. G2വിലും അത് 4C ആയിരിക്കും. ഇനിയാണ് ഇത് നേരെ M ഫേസിലേക്ക് കയറുന്നത് അല്ലെ. എം ഫേസിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്കറിയാം പ്രോഫേസ്, മെറ്റഫേസ്, അനഫേസ്, ടീലോഫേസ്. ഇവിടെ എല്ലാം ഇത് അനഫേസ് വരെ ശരിക്കും അത് 4C ആയിട്ട് തന്നെയാണ് നിൽക്കുക. പക്ഷെ ഡിവിഷന്റെ ഒരു ഗോൾ എന്ത്? സെൽ എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം G2 കഴിഞ്ഞപ്പോഴേക്ക് നോക്കുക, ഇവിടെ ന്യൂക്ലിയസ് ഈസ് ടു സൈറ്റോപ്ലാസ്മിക് റേഷ്യോ എന്തായി? ഒരു ഇംബാലൻസ് ആയി അല്ലേ. ന്യൂക്ലിയസ് ഈസ് ടു സൈറ്റോപ്ലാസം ഇവിടെ നോക്കുമ്പം ഒരേപോലെ അല്ല ആ സെല്ലിൽ ഇരിക്കുന്നത്. ന്യൂക്ലിയസിന്റെ റേഷ്യോ കുറവും സൈറ്റോപ്ലാസത്തിന്റെ റേഷ്യോ കൂടുതലുമാണ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ആ സെല്ലിലുള്ള കോണ്ടന്റ്സ് ഈക്വൽ ആയിട്ട് ഡോട്ടർ സെൽസിലേക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ്. പ്രോഫേസിൽ അത് 4C ആയിട്ട് തന്നെ ഇരിക്കും, മെറ്റഫേസിലും 4C ആയിട്ട് തന്നെ ഇരിക്കും. ആനഫേസിലാണ് നമുക്കറിയാം ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 4C 2C ആയിട്ട് ഡോട്ടർ സെൽസിലേക്ക് പോകും. അങ്ങനെ ടീലോഫേസിൽ ഇരിക്കുന്ന ഒരു സെല്ലിന്റെ DNA കണ്ടന്റ് 2C ആയിരിക്കും. അതാണ് നേരെ അടുത്ത അതിന്റെ സൈക്കിൾ ഓഫ് G1ലേക്ക് കയറുന്നത്. അപ്പോൾ ആ G1ൽ കയറുമ്പോൾ അതിന്റെ കണ്ടന്റ് എത്രയാണ്? 2C ആയിരിക്കും. ഐ ഹോപ്പ് യു ഗോട്ട് എ പോയിന്റ് നൗ. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മിയോസിസിലാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കാം? മിയോസിസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിനോമിനൻ ആണ് നമുക്ക് മിയോസിസിൽ കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് മിയോസിസിലെ ഡിവിഷൻ എന്ന് വെച്ചാൽ അവിടെ 2 ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇതേപോലെ DNA കണ്ടന്റിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അതേപോലെ പ്ലോയിഡിക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ പോലും മൈറ്റോസിസിൽ പ്ലോയിഡിക്ക് ഒരു മാറ്റം വരുന്നില്ല. ഇന്റർഫേസിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽ ആണെങ്കിൽ അത് വളർന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴും അതിന്റെ പ്ലോയിഡി ഡോട്ടർ സെൽസിലേക്കും 2n തന്നെയായിട്ടായിരിക്കും കൊടുക്കുക. അത് എങ്ങനെയാണ് അവർ ആ ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സപ്പോസ് മിയോസിസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിയോസിസിൽ കയറുന്ന ഒരു സെല്ല്, അതിന്റെ DNA കണ്ടന്റ് ആദ്യം 2n ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഇന്റർഫേസ് കഴിഞ്ഞു അല്ലെ. G1S G2 കഴിഞ്ഞു. അപ്പൊ 2C 4C ആയി അല്ലെ. പിന്നെ അത് മിയോസിസിലേക്ക് കയറുന്നു. മിയോസിസിൽ തന്നെ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ൽ കയറി കഴിയുമ്പോഴേക്കും, അതായത് ഇപ്പോൾ 4C ആയി, ഇത് മിയോസിസ് 1ലേക്ക് കയറുമ്പോൾ അതിന്റെ കണ്ടന്റ് 4C ആണ്. മിയോസിസ് 1ൽ നമുക്ക് എന്തുണ്ട്? പ്രോഫേസ് 1, മെറ്റഫേസ് 1, ആനഫേസ് 1 ആൻഡ് ടീലോഫേസ് 1 ഉണ്ട്. ഇവിടെയും നമുക്ക് പ്രോഫേസ് 2, മെറ്റഫേസ് 2, ആനഫേസ് 2 ആൻഡ് ടീലോഫേസ് 2 ഉണ്ട് അല്ലെ. അപ്പോൾ പ്രോഫേസ് 1ൽ കയറുന്ന ഒരു സെല്ലിൽ DNA കണ്ടന്റ് 4C ആയിരിക്കും.
മെറ്റഫേസിലും അത് 4C ആണ്. ആനഫേസ് ആവുമ്പോഴേക്കും അത് 2C ആയിട്ട് ഡോട്ടർ സെൽസിലേക്ക് പോയി. ടീലോഫേസിൽ എത്തുമ്പോഴേക്കും അത് രണ്ട് ഡോട്ടർ സെൽസിലും ഈക്വൽ ആയിട്ട് 2C ആയിട്ട് DNA കണ്ടന്റിനെ അത് ഡിവൈഡ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം മിയോസിസിൽ ക്രോമസോം നമ്പറും കുറയുന്നുണ്ട് അല്ലെ. ഇവിടെ ഈ പ്രോഫേസിൽ കയറുന്ന ഒരു സെല്ലിന്റെ പ്ലോയിഡി 2N ആണെങ്കിൽ മെറ്റഫേസിൽ അത് 2N ആണ്, ആനഫേസിൽ അത് ഹാപ്ലോയിഡ് ആയിട്ട് ഡിവൈഡ് ആകുന്നു. അപ്പോൾ ഇവിടെയും ഡോട്ടർ സെൽസിലേക്ക് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസുമാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ക്രോമസോംസും ഹാഫ് ആവുന്നുണ്ട്. നൗ കമ്മിങ് ടു മിയോസിസ് 2. മിയോസിസ് 2 നടക്കുന്ന സമയത്ത് മിയോസിസ് 2ൽ കയറുന്ന ആ ഒരു സെല്ല്, അതായത് പ്രോഫേസ് 2, അത് കഴിഞ്ഞ് നമുക്കറിയാം ഇന്റർകൈനേസസ് ഉണ്ട് അല്ലെ. സൈറ്റോകൈനേസസ് കഴിഞ്ഞ് ഇന്റർകൈനേസസ്, പിന്നെയാണ് അത് പ്രോഫേസ് 2ലേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. മിയോസിസ് 2ലേക്ക് കയറുകയാണ്, അതായത് പ്രോഫേസ് 2ലേക്ക് കയറുകയാണ്. പ്രോഫേസ് 2ൽ എത്തുന്ന ഈ സെല്ലിന്റെ DNA കണ്ടന്റ് 2C ആണ്. അത് മെറ്റഫേസ് 2ലും 2C ആയിട്ട് തന്നെ നിൽക്കുന്നു. ആനഫേസ് എത്തുമ്പോൾ ഇത് ഈക്വൽ ആയിട്ട് ഡോട്ടർ സെൽസിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ 2Cനെ നമ്മൾ 1C ആയിട്ടാണ് ഡോട്ടർ സെൽസിലേക്ക് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ടീലോഫേസിൽ നമുക്ക് അപ്പോൾ മൊത്തം 4 സെല്ലുകളാണ് ഉള്ളത്. മിയോസിസ് 2 കഴിയുമ്പോഴേക്കും വി ആർ ഹാവിംഗ് 4 ഡോട്ടർ സെൽസ്. ഓരോ സെല്ലിലും അപ്പം എത്രയായിരിക്കും DNA കണ്ടന്റ്? 1C ആയിരിക്കും. That means it is equally divided amongst the 4 total cells, because end of meiosis 2 we are getting a tetrad of cells. 4 ഡോട്ടർ സെൽസ് കിട്ടുന്നുണ്ട്. പ്ലോയിഡി എന്തായിരിക്കും ഓരോരുത്തരുടെയും? N ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്? ബിക്കോസ് first division of meiosis is a reductional division and second division of meiosis is an equational division. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ നീറ്റിൽ 2 പ്രാവശ്യം സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ മിയോസിസ് 1 the resultant daughter cells have. അപ്പോൾ മിയോസിസ് 1 കഴിഞ്ഞ് വരുന്ന ഒരു സെല്ല്, അത് നമ്മൾക്ക് നോക്കാം. മിയോസിസ് 1 കഴിഞ്ഞ് വരുന്ന ഒരു സെല്ലിന്റെ പ്രത്യേകതകൾ, അതിന്റെ പ്ലോയിഡി എന്താകും? ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആകും. ബിക്കോസ് ഇത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. മിയോസിസ് 1 എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്ലോയിഡി എന്താണ്? 2N ആണ് പാരന്റ് അല്ലെങ്കിൽ മിയോസിസ് 1 കഴിയുമ്പോഴേക്കും നമുക്ക് N ആണ് കിട്ടുക. ഇനി DNA കണ്ടന്റ് നമ്മൾ നോക്കുകയാണെങ്കിലോ, DNA കണ്ടന്റ് ആ സെല്ല് ഡിവിഷന് കയറുമ്പോൾ 4C ആയിരുന്നു അല്ലെ. ഇന്റർഫേസ് മുതൽ പ്രോഫേസ് 1, മെറ്റഫേസ് 1, ആനഫേസ് 1 വരെ 4C ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ ഡിവൈഡ് ചെയ്ത് 2C ആയിട്ട് ഡോട്ടർ സെൽസിലേക്കും പോയി. മിയോസിസ് 1 കഴിയുമ്പോൾ ഇത്രയാണ് DNA കണ്ടന്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ മിയോസിസ് 1 the resultant daughter cells will have same amount of DNA as in the parent cell in S phase. ഒരു പാരന്റ് സെൽ, അതായത് പാരന്റ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ 4C കണ്ടന്റ് ഉള്ള സെല്ല് അല്ലെ. അപ്പം അതിന്റെ DNA കണ്ടന്റ് ഇൻ എസ് ഫേസ് എത്രയാണ്? 4C ആണ്. മിയോസിസ് കഴിഞ്ഞ ഡോട്ടർ സെൽസിൽ DNA കണ്ടന്റ് എന്ന് പറയുന്നത് 2C ആണ്. അപ്പൊ ഈ ഓപ്ഷൻ അല്ല, ഇത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ട്വൈസ് ദി amount of DNA as in comparison to haploid gamete. ഗാമേറ്റ് എന്ന് പറയുന്നത് എന്താ? ഗാമേറ്റ് മിയോസിസ് കഴിഞ്ഞ് വരുന്ന ഒരു സെല്ലാണ്. അതിനെയാണ് മിസ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. മിയോസിസ് 1, മിയോസിസ് 2 കഴിയുമ്പോഴേക്കും ആ ടെട്രാഡിലെ ഓരോ സെല്ലിലും 1C ആയിരിക്കും അവരുടെ DNA കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മിയോസിസ് 1 കഴിഞ്ഞ് വന്ന റിസൾട്ടന്റ് ഡോട്ടർ സെൽസിൽ 2C ആയിരിക്കും. ഗാമേറ്റിന്റെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1C ആണ് അല്ലേ. കാരണം ഇറ്റ് ഈസ് കമ്മിങ് ആഫ്റ്റർ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. സോ ഇത് കറക്റ്റ് അല്ലേ. അപ്പൊ ട്വൈസ് ദി amount of DNA as in comparison to haploid gamete. ഗാമേറ്റിൽ 1C ആൻഡ് നമ്മുടെ ഡോട്ടർ സെല്ലിൽ 2C, അതിന്റെ ഡബിള്. അപ്പം ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. സെയിം amount of DNA in comparison to haploid gamete ആവില്ലല്ലോ. കാരണം ഗാമേറ്റിൽ 1C ആണ്, ഡോട്ടർ സെൽസിൽ 2C ആണ്. 4 times the amount of DNA in comparison to haploid gametes, that is also a wrong option. അപ്പോൾ ഈ ഓപ്ഷൻ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. കോൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. A somatic cell that has just completed S phase of its cell cycle as compared to the gamete of the same species has. 2015 വന്ന ക്വസ്റ്റ്യൻ ആണ്. സൊമാറ്റിക് സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, സൊമാറ്റിക് സെല്ല് ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ചോദിച്ചിരിക്കുന്നത് എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പം എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് അതിൻ്റെ DNA കണ്ടന്റ് എത്രയാണ്? DNA കണ്ടന്റ് 4C ആണ്. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് സൊമാറ്റിക് സെല്ലിനെ കുറിച്ച് അറിയാം. ഇനി ഗാമേറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഗാമേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിവേഴ്സലി ഗാമേറ്റ്സ് ഇസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് സ്പെർമാറ്റോജെനിസിസ്, മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ് ഒക്കെ നടക്കുന്നുണ്ട് മെയിലും ഫീമെയിലും ആയിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗാമേറ്റ് ഇസ് യൂണിവേഴ്സലി ഹാപ്ലോയിഡ്, സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ.
പിന്നെ ഗാമേറ്റ് മിയോസിസ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് അതിന്റെ DNA കണ്ടന്റ് എത്രയായിരിക്കും? DNA content is what children? It is 1C because 4 ടോട്ടൽ സെൽസിലേക്ക് ഈക്വൽ ആയിട്ട് കൊടുത്തിരിക്കുകയല്ലേ DNA. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം നമുക്കിനി. ട്വൈസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് ട്വൈസ് ദി amount ഓഫ് DNA. ഗാമേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ സൊമാറ്റിക് സെല്ലിന് ട്വൈസ് ദി നമ്പർ ഓഫ് ക്രോമസോം ആണ്, കറക്റ്റ് ആണ്. പക്ഷെ ട്വൈസ് ദി amount ഓഫ് DNA ആണോ? അല്ല, തെറ്റാണ്. സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ബട്ട് ട്വൈസ് ദി amount ഓഫ് DNA ആണോ? അതെങ്ങനെയാ സെയിം ആവുക? ഇവര് ഡിപ്ലോയിഡും മറ്റവര് ഹാപ്ലോയിഡും അല്ലേ, അപ്പൊ അത് ആവില്ല അല്ലെ. ട്വൈസ് ദി amount ഓഫ് DNAയും ആവില്ല, തെറ്റാണ്. ട്വൈസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് 4 ടൈംസ് ദി amount ഓഫ് DNA കറക്റ്റ് ആണോ? നോക്കിക്കേ, ഇവിടുത്തെ നമ്പർ ഓഫ് ക്രോമസോംസ് 2n, അപ്പൊ ട്വൈസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ്. ഗാമേറ്റിൽ ഹാപ്ലോയിഡ്, ഇവിടെ ഡിപ്ലോയിഡ്, അപ്പൊ അത് കറക്റ്റ് ആണ്. ആൻഡ് 4 ടൈംസ് ദി amount ഓഫ് DNA എന്ന് പറയുമ്പോൾ DNA കണ്ടന്റ് ഇവിടെ എത്രയാണ്? 1C ആണ്, ബിക്കോസ് ദേ ആർ കമ്മിങ് ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ്. അതുകൊണ്ട് ഇവിടെ അതിന്റെ 4 ടൈംസ് കൂടുതലാണ്, ഇവിടെ 4C ആണ് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. പിന്നെ 4 ടൈംസ് ദി നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് ട്വൈസ് ദി amount ഓഫ് DNA, ആ ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ട്വൈസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ദാറ്റ് ഇസ് 2n ആൻഡ് 4 ടൈംസ് ദ നമ്പർ ഓഫ് DNA ദാറ്റ് ഇസ് 4C. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മക്കൾ ആൻസർ ചെയ്യുക, സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കുക. ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.